അയ്യപ്പൻ കൊണ്ടൊന്നും വല്ലാത്തൊരു പണി പണിതിട്ടുണ്ട്. അയ്യപ്പൻ കൊണ്ട് കൊടുത്ത ഈ ഒരു പണി LDF കോട്ടമാവുമെന്ന് താങ്കൾ പറഞ്ഞു. അത് BJP UDF നേട്ടം. സുന്ദരികളും സുന്ദരന്മാരും ആണെങ്കിൽ ആളുകൾ പിന്നെ നോക്കില്ല എന്നൊരു ചിന്താഗതി പലർക്കും വന്നിരിക്കുന്നത്. അതെങ്ങനെയെന്ന് എനിക്കറിയില്ല. അതായത് സ്ഥാനാർത്ഥി കാണാൻ സ്ഥാനാർത്ഥി സുന്ദരിയായിരിക്കണം അല്ലെങ്കിൽ സുന്ദരനായിരിക്കണം. കാര്യങ്ങൾ എളുപ്പമല്ല ആർക്കും. വനിതാ സ്ഥാനാർത്ഥികളൊക്കെ വന്ന് കെട്ടിപ്പിടിക്കുകയാണ്. അവർ സന്തോഷമാണ്. സന്തോഷം. അപ്പൊ പിന്നെ അവർക്കല്ല സന്തോഷം, ഈ സ്ഥാനാർത്ഥിക്കും ഒരു സന്തോഷമാണ്. കാരണം എന്തറിയാമോ, നമസ്കാരം. നമ്മുടെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ചൂട് ഇങ്ങനെ ദിവസം കൂടുന്തോറും കയറി വരികയാണ്. എല്ലാവർക്കും അറിയേണ്ടത് ആര് നേടും ആര് വാങ്ങും. താങ്കളുടെ വിലയിരുത്തൽ? അത് പറയുന്നതിന് മുമ്പ് പഴയ ഒരു നെറ്റ് സെറ്റപ്പും കൂടെ പറയണ്ടേ. ഇതിൽ കഴിഞ്ഞ തവണ LDF തൂത്തുവാരിയതാണ്. 14-13 ജില്ലാ പഞ്ചായത്തുകൾ, അതുപോലെ 154 ഏതാണ്ട് ഭൂരിഭാഗവും പഞ്ചായത്തുകൾ പിന്നെ ഡിവിഷനുകൾ അവരുടേതായിരുന്നു. നഗരസഭയിൽ തന്നെ 43-41 LDF UDF. അതിലാണ് ഒരു ടൈറ്റ് ഫൈറ്റ് വന്നത്. പിന്നെ 900 ചിലവാനും വരുന്ന ഗ്രാമപഞ്ചായത്തുകൾ ഏതാണ്ട് 70% LDFിൻ്റെ പ്യുവർ LDFിൻ്റെ കയ്യിൽ. പിന്നെ അവർ കുറേശ്ശെ പിടിച്ച കുറേ, അതായത് SDP പിടിച്ച് BJP പിടിച്ചൊക്കെ അവിടെ ഇവിടെയൊക്കെ തൊട്ടില്ലാ ബന്ധത്തിൽ കുറേ എണ്ണം പിടിച്ചിട്ടുണ്ട്. ഇത് അവരുടെ ഒരു മേൽക്കോയ്മ കുത്തകയായിരുന്നു. കോർപ്പറേഷനുകൾ 6 എണ്ണമുള്ളതിൽ 5 അവരുടെ കയ്യിലായിരുന്നു. തദ്ദേശം എന്നാൽ ഇടതായിരുന്നു. പക്ഷേ ഇപ്പം തദ്ദേശം ഇടതിനോട് ഇടഞ്ഞോ എന്ന് നമ്മൾ ചോദിക്കേണ്ട ഒരവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. മനസ്സിലായി. പണ്ട് വടക്ക് പിന്നെ ഇടത്, തെക്കിടത്, നടുക്ക് വലത് എന്നൊക്കെയായിരുന്നു നമ്മുടെ ഒരു ഫോർമുല. ഇപ്പോൾ അതെല്ലാം തെറ്റിപ്പോയി. ഇപ്പോൾ തെക്ക് ഇടതും BJPയും ഏതാണ്ട് മേൽക്കോയ്മ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭം വന്നിരിക്കുകയാണ്. ഇവിടെ UDFന് വലിയ സ്കോപ്പില്ല. എന്നാൽ വടക്ക് പലയിടത്തും മുസ്ലിം ലീഗിൻ്റെ അപ്രമാദിത്വത്തിൽ UDFന് ചില കോട്ടകൾ സൃഷ്ടിക്കാൻ സാധിക്കുമെന്നുള്ള അവസ്ഥയും വന്നിട്ടുണ്ട്. മദ്യം ഏതാണ്ട് UDFന് അനുകൂലമായിട്ട് എറണാകുളം പഴയൊരു ഇരിക്കുന്നുണ്ട്. പക്ഷേ തൃശ്ശൂരെ പോലുള്ള സ്ഥലങ്ങളിൽ BJP കടന്നുകയറ്റം വലുതായിട്ട് നടത്തി. അതും അവർക്കൊരു ക്ഷീണമാണ്. പത്തനംതിട്ടയിൽ അതുപോലെ കടന്നുകയറ്റം നടത്തിയിട്ടുണ്ട്. സാധാരണ നമ്മൾ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് എന്നൊക്കെ സംസാരിക്കുമോ അപ്പോഴെല്ലാം ജനങ്ങൾക്കറിയേണ്ടത്, അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർ പറയുന്നത്, പ്രാദേശികമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, സംസ്ഥാന സർക്കാരിൻ്റെ നേട്ടമൊക്കെ ഒരു ഭാഗത്ത് പറയുമെന്നുണ്ടെങ്കിൽ അതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് ഞാൻ കിണർ വെട്ടിത്തരാം, റോഡ് വെട്ടിത്തരാം, നിങ്ങളുടെ ആ പ്രശ്നം പരിഹരിക്കുക, ഈ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളതൊക്കെ ആയിരിക്കും. പക്ഷേ ഇപ്പോൾ കേരളത്തിലുടനീളം നമ്മളൊന്ന് സഞ്ചരിച്ചു കഴിഞ്ഞാൽ പലയിടങ്ങളിലും കാണുന്നത് സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട വിവാദങ്ങളെയാണ് പ്രാദേശിക വിഷയങ്ങളോടൊപ്പം മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കൂടുതലായിട്ട് ഏച്ചു കിട്ടുന്നത്. അതെ. എന്താ ഒരു മാറ്റം? ഈ മാറ്റത്തിൻ്റെ പ്രധാന കാരണം പലർക്കും പറയാനൊന്നുമില്ല എന്നുള്ളതാണ്. പറയുന്നതല്ലാതെ കാണിക്കാനൊന്നുമില്ല. തള്ളുകൾ മാത്രമേ ഉള്ളൂ. ഇപ്പം BJP തന്നെ തിരുവനന്തപുരത്ത് വെട്ടിത്തുറന്നവർ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് നടത്തി, ബീഹാർ മോഡൽ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് നടത്തിയിട്ട് പറഞ്ഞതെന്ന് പറയുമ്പോൾ 5.5 ലക്ഷം വീടുകൾക്ക് കുടിവെള്ളമില്ല. നഗരസഭയ്ക്കകത്ത് മാത്രമാണ്. തിരുവനന്തപുരം നഗരസഭയ്ക്കകത്ത് 5 ലക്ഷം വീട് കുടിവെള്ളമില്ല. 85 ലക്ഷം കുടുംബങ്ങൾക്ക് വീടില്ല. 60% വാർഡുകളിൽ ഡ്രെയിനേജ് ഫെസിലിറ്റി ഇല്ല. 40%-ലധികം തെരുവ് വിളക്കുകൾ കത്തുന്നില്ല. ഇതൊക്കെ അവർ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്തിട്ടാണ് പറയുന്നത്. മനസ്സിലായില്ലേ? ഓരോ സ്ഥലത്തും പോയി ഡീറ്റെയിൽസ് എടുത്തിട്ട്. അപ്പം വികസനം എന്ന് പറയുന്നത് ഈ തള്ള് വികസനമാണ് ഇവിടെ നടക്കുന്നത്. മനസ്സിലായി. തള്ള് അത് മാത്രമാണ് ഇപ്പോൾ നടക്കുന്ന വികസനം. പക്ഷേ അപ്പം അതുകൊണ്ട് ടാഞ്ചിബിൾ ആയിട്ടൊന്നും കാണിക്കാനില്ല. അപ്പം അതിന് പകരം ഇപ്പം എന്താ ചെയ്യുന്ന അറിയാം? സംസ്ഥാന സർക്കാരിൻ്റെ പിന്നെ പിന്നെ ഒരു കോമ്പറ്റീഷൻ ഇപ്പോൾ വേറൊന്നും വന്നിരിക്കുന്നത്, സുന്ദരികളും സുന്ദരന്മാരും ആണെങ്കിൽ ആളുകൾ പിന്നെ നോക്കില്ല എന്നൊരു ചിന്താഗതി പലർക്കും വന്നിരിക്കുന്നത്. അതെങ്ങനെയെന്ന് എനിക്കറിയില്ല. അതായത് സ്ഥാനാർത്ഥി സുന്ദരിയായിരിക്കണം അല്ലെങ്കിൽ സുന്ദരനായിരിക്കണം. ഇതാണ് ഈ വിമതന്മാർ കൂടാനും കാരണം. ഈ മലയാളി 5 വർഷം ആ വാർഡിൽ കിടന്ന് തലകുത്തി പണിയെടുത്തവൻ്റെ മോന്ത ചിലപ്പം അത്ര ഫോട്ടോജനിക് ആയിരിക്കില്ല. അപ്പോൾ വരുന്ന ഏതാ? IT പെണ്ണ്, 2 സിനിമയിൽ അഭിനയിച്ച ഒരുത്തി, ഇങ്ങനെ തുടങ്ങി സിനിമാ താരങ്ങൾ തന്നെ വന്നിരിക്കുകയാണ്. ഇന്നലെ പിന്നെ പേട്ടയിൽ നമ്മുടെ എന്താ പൊന്നമ്മ ബാബുവിനെ വേദിയിലിരുത്തി. ഇനി അവർ സ്ഥാനാർത്ഥിയാവുമെന്ന് അറിയില്ല, അതിന് സമയം കഴിഞ്ഞു പോയില്ല. അതുകൊണ്ട് ചിലപ്പം വേറെ എന്തെങ്കിലും ആയിരിക്കും ഉദ്ദേശം. എന്തായാലും സിനിമാ താരങ്ങളെ കിട്ടുമെങ്കിൽ, ഒരു സിനിമയിലെങ്കിലും മോഹം കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ഇറക്കിയിട്ട് സിനിമാ താരം എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നു. അതായത് ഈ നമ്മൾ ഇതിന്റെ ഫലം എന്തെന്നറിയാമോ? താഴെ തട്ടി പ്രവർത്തിക്കുന്നതിന് അവസരമില്ല. അതുകൊണ്ട് അവൻ എന്തിനാമോ ഉടനെ വിമതനാവും. അതായത് നേരത്തെ നമ്മൾ
നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ ഈ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ആൾക്കാരെ പ്രചാരണത്തിന് കൊണ്ടുവരും. ജഗദീഷിന് പ്രചാരണത്തിന് പ്രിയദർശൻ വരുന്നു, ഗണേഷ് കുമാറിനോടൊപ്പം അല്ലെങ്കിൽ അവർ പോകുന്നു, അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ സ്ഥാനാർത്ഥികളാകാൻ തന്നെ ഗ്ലാമർ ഉള്ളവർക്കേ പറ്റുള്ളൂ എന്നുള്ള അവസ്ഥ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഒന്നെങ്കിൽ സൗന്ദര്യമെങ്കിലും വേണം. സൗന്ദര്യം കണ്ടാൽ ഒരു പിന്നെ സിനിമാ താരത്തിന്റെ ഒരു പകിട്ട് കാണാൻ കൊള്ളായിരിക്കണം. ശരി, അപ്പൊ വികസനം ഒന്നും ഒരു വിഷയമല്ല. പിന്നെ ഈ പിന്നെ തൊടുക, തലോടുക, കെട്ടിപ്പിടിക്കുക എന്നുള്ള ഒരാൾ പറയുന്ന കേട്ടു. വനിതാ സ്ഥാനാർത്ഥികളൊക്കെ വന്ന് കെട്ടിപ്പിടിക്കുകയാണെന്ന്. ഒരു സന്തോഷം. അപ്പൊ പിന്നെ അവർക്കല്ല സന്തോഷം, ഈ സ്ഥാനാർത്ഥിക്കും ഒരു സന്തോഷമാണ്. കാരണം എന്തറിയാമോ, അത് അങ്ങനെയെങ്കിലും ഇയാളുടെ വോട്ട് എന്റെ കയ്യിൽ വരട്ടെ. പണ്ട് തൊട്ട് തലേ വെക്കുകയൊക്കെ ആയിരുന്നു. അപ്പൊ ഇപ്പം ഇന്നലെ ഒരു വക്കീലന്മാരുടെ ഒരു ചർച്ചയിൽ അവർ പറയുന്ന കേട്ടു, ഒരു കാര്യം ചെയ്തോണം, സ്ഥാനാർത്ഥി വന്ന് നമ്മളെ കെട്ടിപ്പിടിച്ച ആണാണെങ്കിൽ ഇങ്ങനെ നിന്നോണം, അല്ലാതെ നീയും കൂടെ കെട്ടിപ്പിടിക്കാൻ പോയാൽ ചിലപ്പം മീറ്റൂല് ഇലക്ഷൻ കഴിയുമ്പോൾ അവൾ കൊണ്ട് കേസ് കൊടുക്കും. അതുകൊണ്ട് അത് സൂക്ഷിച്ചോണം. അങ്ങനെ ഒരു കുരുക്കുണ്ട്. ഇപ്പോൾ ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ ഒരു ചോദ്യത്തിലേക്ക് തന്നെ വരികയാണെന്നുണ്ടെങ്കിൽ, സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിനെതിരെ ആക്ഷേപങ്ങളൊക്കെ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൂടുതലായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഇപ്പം ഹോട്ട് കേക്കായിട്ട് നിൽക്കുന്ന ഒരു വിവാദം എന്ന് പറഞ്ഞാൽ ശബരിമലയിലെ ഈ സ്വർണ്ണപ്പാളി വിവാദമൊക്കെ, ഇതൊക്കെ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കൊക്കെ ആൾക്കാർ കൊണ്ടുവരുന്നുണ്ട്, എസ്പെഷ്യലി പ്രതിപക്ഷ കക്ഷികൾ. ഇതൊക്കെ വോട്ടായി മാറാനുള്ള സാധ്യത താങ്കൾ എത്രത്തോളം കാണും? വോട്ടായി മാറിയില്ലെങ്കിലും പിന്നെ LDF അത് പാരയായിരുന്നു. അയ്യപ്പൻ പണിത ഒരു പാര ചില്ലറയല്ല. അതായത് LDF സാധാരണ ഇതിൽ ഈസി വാക്ക് ഓവറായിരുന്നു. നമ്മൾ ഇപ്പോഴത്തെ കണക്ക് നോക്കിയപ്പോൾ തന്നെ കണ്ടില്ലേ, പിന്നെ നഗരസഭയാണ് ഏകദേശം ഒരു 50-50 പോയത്, അതായത് മുനിസിപ്പൽ കൗൺസിൽ. ബാക്കിയെല്ലാം ഏതാണ്ട് 90% അല്ലെങ്കിൽ 70% മേൽ LDFന്റെ കയ്യിലാണ്. കോർപ്പറേഷൻ 90% എന്ന് വേണമെങ്കിലും പറയാം. ബാക്കിയെല്ലാം ഇങ്ങനെ നോക്കുമ്പോൾ അവരുടെ കയ്യിലാണ്. ഇപ്പൊ അത് മാറി. ഇപ്പൊ സിറ്റുവേഷൻ ഈ അയ്യപ്പൻ കൊണ്ടൊന്നും വല്ലാത്തൊരു പണി പണിതിട്ടുണ്ട്. അയ്യപ്പൻ കൊണ്ടു കൊടുത്ത ഈ ഒരു പണി LDFന് കോട്ടമാവുമെന്ന് താങ്കൾ പറഞ്ഞു. അത് BJPക്കാകോ UDFനാകോ നേട്ടം? അത് UDFനാകാനാണ് സാധ്യത എന്നുള്ളതാണ് പലരും പറയുന്നത്. കാരണം വെച്ചാൽ ഈ തെക്ക് കഴിഞ്ഞാൽ പിന്നെ ചില പ്രദേശങ്ങൾ പോക്കറ്റിൽ കഴിഞ്ഞാൽ അത് UDFന്റെ പ്രദേശങ്ങളിലാണ്. അവർക്ക് വിപരീതമായിട്ടൊന്ന് കുത്തണമെങ്കിൽ ഒരു കേപ്പബിൾ വിന്നബിൾ സ്ഥാനാർത്ഥി വേണമല്ലോ. അപ്പൊ അങ്ങനെ വരുമ്പോൾ അത് UDFനും ഗുണമായിട്ട് വരും. UDF പലയിടങ്ങളിലും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു എന്നുള്ള ഒരു വിലയിരുത്തൽ വരുന്നു. മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു പറഞ്ഞാലേ MLA-മാരെയാണ് അവര് പലയിടത്തും സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത്. അനിൽ അക്കര തൃശ്ശൂര്, അതുപോലെ തന്നെ ശബരിനാഥ് തിരുവനന്തപുരത്ത്, EM അഗസ്തി ഇടുക്കിയിൽ, ഇങ്ങനെ മുൻ MLA-മാർ തന്നെ പലരും രംഗത്തിറങ്ങിയിരിക്കുന്നു. പിന്നെ MP ആയിരുന്നവര്, മന്ത്രിയായിരുന്നവർക്കൊക്കെയാണ് കോർപ്പറേഷന്റെ ചുമതലകൾ കൊടുത്തിരിക്കുന്നത്. IPS ഓഫീസർ ട്രിവാൻഡ്രത്ത് മത്സരിക്കുന്നു. പിന്നെ അതിനു പുറമെ CPM-ൽ പോലും കേട്ടുകഴിവില്ലാത്ത ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ ഒരുപാട് പേര് ഇപ്പൊ ഇലക്ഷനിൽ മത്സരിക്കുന്നു. അതിനു പുറമെ പിന്നെ ഏരിയ സെക്രട്ടറിമാരൊക്കെ എന്തിനാ മത്സരിക്കുന്നത്? കോർപ്പറേഷനിൽ നിന്ന്. അതൊക്കെ സ്വാഭാവികമായി മാറി. വേറൊരു കാര്യം, ആളിനെ കിട്ടാനില്ല എന്നുള്ളൊരു പ്രതിസന്ധി പലയിടങ്ങളിലും നേരിടുന്നുണ്ട് കേട്ടോ. അത് CPM-ന്റെ കാര്യത്തിലല്ല, മറ്റു പാർട്ടികളുടെ കാര്യത്തിലല്ല, എസ്പെഷ്യലി കോൺഗ്രസ്. അല്ല, ആളിനെ കിട്ടാത്തല്ല, ആൾ അധികമാണെന്നേ. നോക്കൂ, 1,60,50,000 പേര് ഈ 23,500 വരുന്ന, 500 വരില്ല, അതിന് താഴെ വരുന്ന പിന്നെ സ്ഥാനങ്ങളിലേക്ക് മത്സരിക്കാനായിട്ട് കൊടുത്തിരിക്കുകയാണ്. ഒരു സീറ്റിന് ഏതാണ്ട് 7 പേര് നിൽക്കുകയാണ്. ആ അവസ്ഥയിലാണ് നിൽക്കുന്നത്. മനസ്സിലായി. വലിയ പോരാണ്. അപ്പം ത്രികോണ മത്സരം ഒരു 75,000 സ്ഥാനാർത്ഥികൾ ഇറങ്ങി ത്രികോണ മത്സരത്തിന് തന്നെ നിൽക്കുകയാണ്. മനസ്സിലായി. പണ്ട് ഒരു ജബ്ബാറോ ഒരു കുട്ടപ്പനോ ഒക്കെ മത്സരിച്ചിരുന്ന സ്ഥാനത്ത് ഉന്തിത്തള്ളിയാണ് വിടുന്നത്. ഇപ്പോ VIP-കൾ മത്സരിക്കുമ്പോൾ VIP-കൾ മത്സരിക്കുമ്പോൾ അല്ലെങ്കിൽ വലിയ വലിയ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ, മുൻ MLA-മാർ, IPS ഓഫീസർമാർ, ഇവരൊക്കെ മത്സരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ അജണ്ട എന്ന് പറയുന്ന സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള ഭരണ നേട്ടമോ കോട്ടമോ ആയിട്ടൊക്കെ ആയിരിക്കും ഡിബേറ്റ് പോവുക. അങ്ങനെയാണെങ്കിൽ സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള ഒരു വികാരം ഉണ്ട് എന്നൊക്കെയാണ് പൊതുവെ പറയപ്പെടുന്നത്. ഉണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതിനെതിരായ ഒരു തരംഗം ആഞ്ഞടിക്കും എന്ന് പറഞ്ഞാൽ താങ്കൾ യോജിക്കുമോ? ഇടതിനെതിരായി തരംഗം ഉണ്ടായില്ലെങ്കിലും ഇടതിന്റെ കഴിഞ്ഞ തവണത്തെ തരംഗം ഇത്തവണ ഗ്രാഫിഡിയും തരംഗമായിരുന്നു, ഇടത് തരംഗമായിരുന്നു. ഇപ്പൊ അത് പോകാൻ വഴിയില്ല. ഏതാണ്ട് 50-50 പോയി നിൽക്കാനാണ് പലയിടത്തും സാധ്യത. പഴയതുപോലെ ഈസി വാക്ക് ഓവർ ഇല്ല. 60%, 70%, 80% ഇങ്ങനെ നഗരസഭയും ഗ്രാമസഭയൊക്കെ പിടിക്കുന്ന പരിപാടി ഇത്തവണ നടക്കില്ല. നമുക്ക് അവസാന പോർഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ LDFന്റെ സാധ്യതകളെ താങ്കൾ ഇങ്ങനെയൊക്കെയാണ് വിലയിരുത്തുന്നത്. UDFന്റെ സാധ്യതകളെ താങ്കൾ ഇങ്ങനെ? UDFന്റെ സാധ്യത അവര് 2 വിധത്തിൽ കളഞ്ഞിട്ടുണ്ട്. ഒന്ന്, വിമതർ കുറെ പേര് കയറി നിൽക്കുന്നു.
ഈ സ്വതന്ത്ര അതായത് മുൻ പിന്നെ കൗൺസിലർമാരും മുൻ കോൺഗ്രസ് ഭാരവാഹികളൊക്കെ ആയിരുന്നവർ സ്വതന്ത്ര എന്ന് പറഞ്ഞിട്ട് ഒരു മുന്നണി തന്നെ ഉണ്ടാക്കി ആലുവയിൽ മത്സരിക്കുക. ഒരു മുന്നണി, സ്വതന്ത്രന്മാർ, സ്വതന്ത്രനല്ല, വിമതന്മാരുടെ ഒരു മുന്നണി, അത് സ്വതന്ത്ര മുന്നണി എന്ന് പറഞ്ഞിട്ട് അവർ മത്സരിക്കുക. മനസ്സിലായി. സീറ്റ് കിട്ടാത്ത എല്ലാവരും മത്സരിക്കുന്നു, എല്ലാവരും മത്സരിക്കുന്ന അവസ്ഥയാണ്. ഇപ്പൊ നമ്മൾ വൈഷ്ണയുടെ കാര്യം പറയുന്നു, ഇവിടെ മുട്ടട അവർക്ക് വോട്ട് നഷ്ടപ്പെടുത്തിയതിന് ഒരു ചെറിയ ഘടകം എന്ന് പറയുന്നത് അവിടെ ഉടുപ്പിട്ടോണ്ട് നിന്ന ആള് എന്നാ പറയുന്നത്. മനസ്സിലായി. കാരണം ഇങ്ങനെ ഒരു അപാകത ഇവരുടെ വോട്ടേഴ്സ് ലിസ്റ്റിലുണ്ട്. TC ശരിയല്ല, TC നമ്പർ, വീട്ടു നമ്പർ ശരിയല്ല എന്ന് പറഞ്ഞ് ഒരു CPM-കാരൻ്റെ അടുത്ത്, അതായത് മർമ്മപ്രധാനമായിട്ട് ഇതിന്റെ നേതൃത്വം കൊടുക്കുന്ന ആളിന് പറഞ്ഞു കൊടുത്തു. അതായത് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് കോൺഗ്രസ്സുകാരൻ തന്നെ എതിരായിട്ട് CPM-കാരന് ഡിപ്പ് കൊടുത്തു. അതെ, ഇത് തന്നെയാണ് കോഴിക്കോട് സംഭവിച്ചത്. വിനുവിന് ഇപ്പൊ ആളിന് അവർ തന്നെ പണിഷ്മെന്റ് കൊടുത്തു. അല്ല, ഈ ജയിച്ചേ പറ്റൂ എന്നുള്ളൊരു നിലപാടിലാണ് ഇപ്പൊ. അതായത് വേറെ ജയിക്കലല്ലാതെ വേറെ ഒന്നും നിവർത്തിയില്ല എന്ന് പറയുന്ന UDF-ന് തമ്മിൽ തല്ലിന് ഒരു കുറവുമില്ല. അല്ല, അത് തമ്മിൽ തല്ല് താഴെത്തട്ടിൽ വളരെ കൂടുതലുമായിരിക്കുകയാണ്. ശരി, ഓക്കെ. അപ്പം UDF-ന്റെ സാധ്യതകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു വെച്ചു. എന്ന് പറഞ്ഞാലും ഈ ഭരണവിരുദ്ധ വികാരം പിന്നെ BJP ഉള്ളിടത്ത് പ്രമുഖമായി നിൽക്കുന്നിടത്ത് BJP-ക്കും UDF പ്രമുഖമായി നിൽക്കുന്നിടത്തും UDF-നും കിട്ടും. ഇതിനെല്ലാം പുറമെ അയ്യപ്പന്റെ പ്രശ്നത്തിൽ പിന്നെ ഇടതുപക്ഷത്തിന് കുറെ വോട്ടുകൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അയ്യപ്പനാണ് താരം. അയ്യപ്പൻ ഇതുപോലെ പണി കൊടുക്കുന്ന ആരും വിചാരിച്ചില്ല. CPM-നെ ഇന്ന് വരെ ആരും പണി കൊടുത്തിട്ടില്ല, അയ്യപ്പൻ ഒഴികെ. എനിക്ക് തോന്നുന്നത് അയ്യപ്പനെ ആയിരിക്കും ഇവര്, മറ്റു ദൈവങ്ങൾ പോലും ഇത്രയും പണി കൊടുത്തിട്ടില്ല. എനിക്ക് തോന്നുന്നതിന് കാരണം അയ്യപ്പനെ ദ്രോഹിച്ച അത്രയും വേറെ ഒരു ദൈവത്തിനെ ദ്രോഹിച്ചു കാണാനും വഴിയില്ല. ഇനി അവസാനമായിട്ട്, പണ്ട് കാലത്ത് താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞു ഈ ഒരു ഈസി വാക്ക് ഓവർ ആയിരുന്നു, ഒന്നെങ്കിൽ ഇടത് അല്ലെങ്കിൽ വലത്. പക്ഷെ ഇപ്പോൾ ഇവിടെ ഒരു മൂന്നാമതൊരു ശക്തമായൊരു ബദലുണ്ട്. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം ശക്തമെന്ന് പറയുമ്പോഴും കേഡർ സിസ്റ്റം ഉണ്ടെന്നൊക്കെ പറയുമെങ്കിൽ അപ് ടു ദ എക്സ്പെക്ടേഷൻ എത്താൻ അവർക്ക് പലപ്പോഴും സാധിക്കുന്നില്ല. അല്ലെങ്കിൽ അങ്ങനെ ഒരു, അതാണ് ചരിത്രം. 2025 ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഇവർക്ക് എന്ത് റോളായിരിക്കും ഉണ്ടാവുക? BJP നേടുമോ നേടില്ല? അവരുടെ നില ഒരു വലിയ തോതിൽ മെച്ചപ്പെടും. കഴിഞ്ഞ തവണ അവർക്ക് ഗ്രാമപഞ്ചായത്ത് 17, മുനിസിപ്പാലിറ്റി 2, ഇത് അവസ്ഥയിലാണ് അവർ നിന്നിരുന്നത്. പിന്നെ ഒരു 22,500-3000 വാർഡുകളിൽ അവർ ചിലയിടത്തൊക്കെ ജയിച്ചതും ഒഴിച്ചു കഴിഞ്ഞാൽ അവരുടെ നില വളരെ ശുഷ്കമായിരുന്നു. അപ്പൊ ഇത്തവണ അവരത് മിനുക്കും. അവര് നല്ല രീതിയിൽ പലയിടത്തും ഇപ്പോ എത്ര പിന്നെ പഞ്ചായത്ത് പിടിക്കുമെന്ന് ചോദിച്ചാൽ അതിനൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും വാർഡുകളിൽ പലതിലും അവർ കയറി മിന്നുന്ന കസറും. മനസ്സിലായി. ഓക്കെ. അപ്പോൾ BJP-യുടെയും അല്ലെങ്കിൽ NDA മുന്നണിയുടെയും UDF-ന്റെയും LDF-ന്റെ സാധ്യതകൾ പറഞ്ഞു വെച്ചു. രത്നചുരുക്കം LDF-ന് അത്ര സുഗമമല്ല കാര്യങ്ങൾ എന്നുള്ളത് താങ്കൾ പറഞ്ഞു. അതെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിനെ നമ്മൾ സെമി ഫൈനലായിട്ടാണ് രാഷ്ട്രീയ കുതുകികൾ വിലയിരുത്തുന്നത്. ഞാനിതിനെ ഫസ്റ്റ് ഹാഫ് ആയിട്ടാണ് കാണുന്നത്. ഓക്കെ, ഫൈനലിന്റെ ഫസ്റ്റ് ഹാഫ്. ശരി. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ ആര് ജയിക്കണം ആര് തോൽക്കണം എന്നുള്ള ജനങ്ങളുടെ ഒരു വികാരത്തിന്റെ പരിച്ഛേദമായിട്ടാണ് പാൻ കേരള ഈ ഒരു ഇലക്ഷൻ റിസൾട്ടിനെ കാണുന്നത്. LDF ഇവിടെ വീഴാൻ, താങ്കൾ നേരത്തെ പറഞ്ഞ LDF-ന് അത്ര ഈസി അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ പിന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് 2026 LDF വീഴും എന്ന് പറഞ്ഞാൽ യോജിക്കുമോ? റിലേയിൽ വീഴുന്ന പോലെയാണ്. ഒരിടത്ത് നമ്മളൊന്ന് വീണ് ബാറ്റൺ താഴെ പോയി കഴിഞ്ഞാൽ പിന്നെ എണീറ്റ് ഇതെടുത്ത് ഓടി മറ്റവന്റെ കയ്യിൽ ഏൽപ്പിക്കുമ്പോഴേക്കും വൈകിപ്പോകും. അതുകൊണ്ടാണ് ഈ കോൺഗ്രസ് തന്നെ ഘടാഘടിയന്മാരെ കൊണ്ടുവന്ന് കോർപ്പറേഷനിൽ പോലും ഓരോ സ്ഥലത്തും ഉത്തരവാദിത്തം ഏൽപ്പിക്കുന്നത്. K. മുരളീധരൻ തെക്ക് തുടങ്ങി K. സുധാകരൻ വടക്ക് വരെ. ഇതിനിടയ്ക്ക് VD സതീശനുണ്ട്, കൊല്ലത്ത് VS ശിവകുമാറുണ്ട്, MP-മാരും മന്ത്രിമാരും ഒക്കെ ആയിരുന്നവരാണ്. ഓടി നടന്ന പണിയാണ്. തൃശ്ശൂര് ബെന്നി ബഹനാനെ കൊണ്ട് ഇരിക്കുന്നു. അങ്ങനെ ഓരോ കോർപ്പറേഷന്റെയും ചുമതല മുൻ മന്ത്രിമാർക്കാണ് കൊടുത്തിരിക്കുന്നത്. MP-മാരായിരുന്ന അല്ലെങ്കിൽ ഇപ്പൊ MP ആയിരിക്കുന്ന, മുൻ മന്ത്രിമാരായിരുന്ന, മുൻ MP ആയിരുന്നവർക്കൊക്കെ ചുമതല കൊടുത്തിരിക്കുന്നത്. ഇത് ഇവിടെ മാത്രമല്ല, മറ്റു പലയിടത്തും. ഇത് 2026 ഭരണമാറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള UDF-ന്റെ ആസൂത്രിത നീക്കമാണ് അല്ലെങ്കിൽ തീരുമാനമാണ്. താഴെത്തട്ടിൽ ഒരു ബേസ് ഇല്ല എന്നുള്ള അപവാദം തീർക്കണമെന്ന് വിചാരിച്ചിട്ടാണ് UDF ഇത്തവണ നിൽക്കുന്നത്. പക്ഷെ അവിടെ ഒരു കാര്യം, ഈ പറഞ്ഞതുപോലെ നേതാക്കന്മാരെയൊക്കെ നിർത്തി മുൻ MP-മാരെയും MLA-മാരെയും മന്ത്രിമാരെയൊക്കെ നേരിട്ട് കളത്തിലേക്ക് ഇറങ്ങി UDF ശക്തമായി നിൽക്കുന്നു. ഞാൻ അതിനോട് യോജിക്കുന്നുണ്ട്, അവരുടെ പ്രവർത്തനങ്ങൾ. പക്ഷേ താഴെത്തട്ടിലോട്ട് പോകുമ്പോൾ CPM-ന്റെ അടുത്തെത്താൻ പറ്റില്ല. അത് പറ്റില്ല. അപ്പോ അതിന്റെ ഒരു ഉദാഹരണമാണല്ലോ മുട്ടട. നമ്മൾ കണ്ടില്ലേ, ഒരൊറ്റ ബ്രാഞ്ച് സെക്രട്ടറി വിചാരിച്ചാൽ ഒരു സ്ഥാനാർത്ഥിയെ തകിടം മറിക്കാൻ സാധിക്കും. ഹൈക്കോടതിയിൽ പോയി സമയത്തൊരു വിധി കിട്ടിയത് കൊണ്ട് രക്ഷപ്പെട്ടു. പക്ഷെ അങ്ങനെ ഇത്രയില്ലെങ്കിൽ ആ സ്ഥാനാർത്ഥിയുടെ കാര്യം പോക്കാം. ഓക്കെ, അതുപോലത്തെ കളി കളിക്കാൻ LDF-നെ പോലെ വേറെ ആരുമില്ല. ഇപ്പൊ ആന്തൂർ നോക്ക്, 4 സ്ഥാനാർത്ഥികൾ ഇപ്പൊ തന്നെ ജയിച്ചു കഴിഞ്ഞു. ആന്തൂരും അതുപോലെ തന്നെ കണ്ണൂരെ മറ്റൊരു സ്ഥലത്തും കൂടെ 4 സ്ഥാനാർത്ഥികൾ ജയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അല്ലേ? മനസ്സിലായി. അതെന്താണ് കാണിക്കുന്നത്?
അപ്പൊ ഇപ്പോഴും അധോലോക പാർട്ടി ഗ്രാമങ്ങൾ ഇവിടെ നിലനിൽക്കുന്നില്ലേ? 1,65,000 പേര് നാമനിർദ്ദേശം കൊടുക്കുമ്പോൾ ആന്തൂറിലും മലപ്പട്ടയിലും എങ്ങനെയാണ് പിന്നെ ഒരു സ്ഥാനാർത്ഥിക്ക് ഒരു എതിർ പോലും ഇല്ലാത്ത, ഒരു BJP-കാരനില്ല, ഒരു കോൺഗ്രസ്സുകാരനില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ CPM സൃഷ്ടിച്ച ഒരു ഭീതിയുടെ അന്തരീക്ഷം കൊണ്ട് സംഭവിക്കുന്നതല്ലേ? തീർച്ചയായിട്ടും അത് ഒറ്റപ്പെട്ട സ്ഥലങ്ങൾ. പക്ഷേ ഇതേ പാർട്ടി ഗ്രാമങ്ങളിൽ പോലും CPM-ന് വോട്ട് ചോരുന്നുണ്ട് എന്നുള്ളത് കഴിഞ്ഞ കാല തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്. അതൊന്ന് പറയാനുണ്ട് കേട്ടോ. അതായത് CPM-ന് പുറമെ അത്ര എതിർപ്പുകളില്ല. വിമതന്മാരുണ്ട് CPM-നും. പിന്നെ ശ്രീകണ്ഠനെ പോലെ ദേശാമാനി ബ്യൂറോ ചീഫ് ആയിരുന്നവര്, ആനി അശോകനെ പോലെ പിന്നെ ഡിവിഷനിലെ പ്രസിഡന്റ് ആയിരുന്നവര്, കഴക്കൂട്ടം ഡിവിഷന്റെ ചെയർപേഴ്സൺ ആയിരുന്നവരൊക്കെ കാര്യമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിരുന്ന മോഹൻ നിൽക്കുന്നു. ഇങ്ങനെ പാരകളുണ്ട്. ആ പാരകളേക്കാൾ അപാരമാണ് പുറകിൽ നിന്ന് കളിക്കുന്ന ചില പാരകൾ എന്നാണ് പറയുന്നത്. LDF-ൽ അടിയൊഴുക്ക് ശക്തമാണെന്നാണ് അടിയൊഴുക്കുകൾ വരാൻ സാധ്യതയുണ്ട്. ഇത് LDF-ൽ മാത്രമല്ല, ഇത് UDF-ൽ എല്ലാ കാലത്തും അടിയൊഴുക്കുണ്ടല്ലോ. ഇതിന്റെ ഒരു കളിയാണ്. BJP-യിൽ ഇത് അത്ര മോശമല്ല. ആളുകൾ ആത്മഹത്യ ചെയ്യുന്ന അവസ്ഥ വരെ വന്നത് നമുക്കറിയാമല്ലോ. പക്ഷേ ഈ പോരുകളിൽ ഇപ്പം ഡിഫൻസിൽ വരുന്ന, കാരണം 10 വർഷത്തെ ഭരണവിരുദ്ധ വികാരം പല പഞ്ചായത്തുകളും 10, 15, 20, 25, 50 വർഷമായിട്ട് LDF-ന്റെ കയ്യിലിരിക്കുന്നത് എന്തുകൊണ്ട് ഇവിടെ മാറ്റം വന്നില്ല എന്ന് ആളുകൾ ചോദിക്കുന്ന ഒരു കാലത്തിൽ എത്തിയിരിക്കുന്നു നമ്മൾ. ഇപ്പൊ പണ്ടത്തെ കൂട്ടല്ല. പണ്ടത്തെ കൂട്ട് ഇപ്പം പട്ടിയെ കുഴിച്ചിടാനും അല്ലെങ്കിൽ ഇതിനുമല്ല പിന്നെ ആളുകൾ ഇപ്പം കൗൺസിലറെ വിളിക്കുന്നത്. ഇപ്പൊ ആളുകൾക്ക് വികസനത്തിന്റെ ഒരു ക്ഷേമത്തിന്റെ ഒക്കെ ഒരു പ്രതീകമായിട്ടാണ് കൗൺസിലർ നിൽക്കുന്നത്. കാരണം ഗ്രാമപഞ്ചായത്തുകൾ അങ്ങനെയായി മാറി. പണ്ട് MLA ചെയ്യുന്ന പല കാര്യങ്ങളിൽ നിന്ന് ഗ്രാമപഞ്ചായത്ത് വഴി ഒരു കൗൺസിലർക്ക് അല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പർക്ക് ചെയ്യാൻ കഴിയുന്നു. കാര്യങ്ങൾ എളുപ്പമല്ല ആർക്കും. കാര്യങ്ങൾ എളുപ്പമല്ല. നമുക്ക് നോക്കാം വരുന്ന ദിവസങ്ങളിൽ എന്താ സംഭവിക്കാനുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.